വീർ സവർക്കർ ചോദ്യത്തിൽ സംസ്ഥാന സർക്കാരിനും മതമൗലികവാദികൾക്കും തിരിച്ചടി. സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകൻ ഗുരുപ്രസാദ് റായിയുടെ സസ്പെൻഷൻ 1 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പ്രതികാര നടപടിയാണെന്ന ഗുരുപ്രസാദിന്റെ വാദം കണക്കിലെടുത്താണ് ഇടക്കാല ഉത്തരവ്. വീർ സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി 1 മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ചോദ്യം തയ്യാറാക്കി മേലുദ്യോഗസ്ഥർക്കടക്കം അയച്ചു കൊടുത്തിട്ടും തന്നെ മാത്രം സസ്പെൻഡ് ചെയ്തത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന അധ്യാപകന്റെ വാദം കണക്കിലെടുത്ത കോടതി സ്റ്റേ അനുവദിക്കുകയായിരുന്നു. അധ്യാപകനെതിരായ അച്ചടക്ക നടപടി തുടരാമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. വീർ സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ AEOയ്ക്ക് ഓഗസ്റ്റ് 1 തന്നെ അയച്ചു കൊടുത്തിരുന്നുവെന്നതിന്റെ തെളിവായി ഇമെയിൽ സ്ക്രീൻഷോട്ട് അടക്കം അധ്യാപകൻ ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തുടർന്ന് ചോദ്യം സംബന്ധിച്ച് അറിവുണ്ടായിരുന്ന AEOയ്ക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആരായുകയും ചെയ്തതാണ്. സസ്പെൻഷൻ ശിക്ഷാ നടപടിയോ രാഷ്ട്രീയപരമായ നടപടിയോ അല്ല എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. അക്കാദമികപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ അധ്യാപകന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നും വീർ സവർക്കറാണ് ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിന് ഔദ്യോഗിക തെളിവില്ലെന്ന വിചിത്രവാദവും സർക്കാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങളൊന്നും ഹൈക്കോടതി മുഖവിലക്കെടുത്തില്ല. വീർ സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തപ്പോഴൊന്നും സർക്കാർ ചട്ടം പറഞ്ഞില്ലല്ലോ എന്ന് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. അതേസമയം വീർ സവർക്കർ എന്ന പേര് ബ്രിട്ടീഷുകാർ എത്രത്തോളം ഭയപ്പെട്ടിരുന്നുവോ അതിനേക്കാളേറെ സവർക്കറുടെ ത്യാഗത്തെ യുവതലമുറ തിരിച്ചറിയുമെന്ന് പേടിയുള്ള ഇടത് ജിഹാദി കേന്ദ്രങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി വേണം ഹൈക്കോടതിയുടെ ഇടപെടലിനെ വിലയിരുത്താൻ. ജനം, കൊച്ചി.